അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അവരുടെ കിതാബ് തൗഹീദിൽ ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ എഴുതിയ ഇആനത്തുൽ മുസ്തഫീദ് അടിസ്ഥാനമാക്കിയുള്ള ദർസ് 13ാമത്തെ ക്ലാസ്. അടുത്തത് സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹ. ലാ നുകല്ലിഫു, നാം നിർബന്ധ ബാധ്യതയാക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല, നഫ്സൻ ഒരാളെയും ഒരാത്മാവിനെയും, ഇല്ലാ വസ്അഹ, അതിൻ്റെ വസ്അ്, അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ. അപ്പോൾ ഒരാളെയും അവൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അള്ളാഹു നിർബന്ധിക്കുന്നില്ല എന്നതാണ്. യാനി ഉദ്ദേശിക്കുന്നത് ലൗ ഹസല അനിൽ ഇൻസാന ഇജ്തഹദ ഫീ അൻ യൂഫിയ അൽ ഹഖ വ അൻ യൂഫി അൽ കൈല ولكن حصل نقص يسير لم يتعمده فهذه لا يؤاخذه الله عليه. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന് തൊട്ട് പറഞ്ഞത് ഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. കൈല് അളവ്, മീസാൻ തൂക്കവും നിങ്ങൾ ഔഫു പൂർത്തിയായി നൽകുക, ബിൽ ഖിസ്തി നീതിപൂർവ്വം നൽകുക എന്നാണ്. നീതിപൂർവ്വം പൂർത്തിയായിട്ട് അളവ് തൂക്കം നൽകുക. അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല, അതിൽ കുറവ് വരുത്താൻ പാടില്ല, ബഹ്സ് വരുത്താൻ പാടില്ല, നഖസ് വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഒരാൾ ലൗ ഹസല അന്നൽ ഇൻസാൻ ഇജ്തഹദ ഫീ അൻ യൂഫി അൽ ഹഖ വ അൻ യൂഫി അൽ കൈല, യഥാവിധി പൂർത്തീകരിച്ച് നൽകാൻ, അളവ് പൂർത്തീകരിക്കാൻ ഒരാൾ പരിശ്രമിച്ചു. വലാക്കിൻ പക്ഷേ ഹസല നഖസുൻ യസീറുൻ, ചെറിയ കുറവ് വന്നു, കൊടുത്തതിൽ ചെറിയ കുറവ് സംഭവിച്ചു. ലം യതഅമ്മദു, അവൻ കരുതിക്കൂട്ടി ചെയ്തതല്ല, അവൻ കരുതിക്കൂട്ടാതെ ഡെലിബറേറ്റ് ആയിട്ടല്ലാതെ. ഫഹാദിഹി ലാ യുആഖിദുഹു അല്ലാഹു അലൈഹി. അപ്പോൾ ഈ ഒരു കുറവ്, അങ്ങനെ കുറവ് വന്നതിൻ്റെ പേരിൽ അള്ളാഹു അവനെ പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല. ഇതൊരു അളവ് തൂക്കത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ പൊതുവായ തത്വമാണ്. അള്ളാഹു നമ്മുടെ അടുത്ത് വരുന്ന ഇത്തരത്തിലുള്ള കരുതി കൂട്ടാതെ വരുന്ന തെറ്റുകൾ, ന്യൂനതകൾ, അത് അള്ളാഹു വിട്ടുപുറത്തു തരും എന്നതാണ്. അള്ളാഹു അവനവൻ്റെ ഓരോരുത്തരുടെ കഴിവിൽപ്പെട്ടതേ കൽപ്പിക്കുന്നുള്ളൂ എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ട എന്നല്ല, നമ്മളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, കൽപ്പനകൾ അനുസരിക്കണം, നിരോധനങ്ങൾ വെടിയണം. ഇപ്പോൾ എൻ്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് ഹറാമുകളൊക്കെ ചെയ്യുക, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ആണ് അള്ളാഹു പറഞ്ഞത് ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹ. أنت أعدل بقدر ما تستطيع فإذا حصل شيء لا تستطيعه ولا تعلم عنه فإنك لا تؤاخذ لأن الله لا يكلف نفسا إلا وسعها. അപ്പോൾ നീ എന്ത് ചെയ്തു? നിൻ്റെ കഴിവിൻ്റെ പരമാവധി നീതി പാലിക്കാൻ ശ്രമിച്ചു, പക്ഷേ നിന്നെക്കൊണ്ട് കഴിയാത്ത ചെറിയ ന്യൂനതകൾ അതിൽ വന്നു, അത് നിനക്കറിയില്ല. അങ്ങനെ വന്നാൽ അതിൻ്റെ പേരിൽ അള്ളാഹു നിന്നെ ശിക്ഷിക്കുകയില്ല, അള്ളാഹു പിടികൂടുകയില്ല എന്നാണ്. കാരണം അള്ളാഹു ലാ യുകല്ലിഫു നഫ്സൻ, ഒരു നഫ്സിനെയും അള്ളാഹു പിടികൂടുന്നില്ല, അള്ളാഹു ബാധ്യതയാക്കുന്നില്ല, അള്ളാഹു നിർബന്ധിക്കുന്നില്ല, ഇല്ലാ വസ്അഹ, അതിൻ്റെ കഴിവിൽപ്പെട്ടത് അല്ലാതെ. അപ്പോൾ ഇന്നമൽ കലാമു ഫിൽ ഇൻസാൻ അല്ലദീ യതഅമ്മദുൽ ഖദിയത വയതഅമ്മദുൽ ബഖ്സ വയതഅമ്മദുൻ നഖസ. അപ്പോൾ സംസാരം ആരുടെ വിഷയത്തിലാണ്? ഒരു മനുഷ്യൻ്റെ വിഷയത്തിലാണ്. ഫിൽ ഇൻസാൻ അല്ലദീ യതഅമ്മദുൽ ഖദിയത, അവൻ വഞ്ചന കരുതിക്കൂട്ടി ചെയ്യും. വയതഅമ്മദു അൽ ബഖ്സ, ന്യൂനത കരുതിക്കൂട്ടി വരുത്തുന്നു. വയതഅമ്മദുൻ നഖസ, കുറവ് കരുതിക്കൂട്ടി അളവിൽ കുറവ്, തൂക്കത്തിൽ കുറവ് വരുത്താണ്, അവന് കൊള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ലിഅന്നൽ അദ്ല തമാമൻ ലാ അഹദുൻ യസ്തതിഉഹു ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല. കാരണം അതിൽ നീതി എന്നത് തമാമായിട്ട്, പരിപൂർണമായിട്ട്, സമ്പൂർണമായ നീതി നടപ്പിൽ വരുത്താൻ, അത് പാലിക്കാൻ ആർക്ക് കഴിയുള്ളൂ? ഒരാൾക്കും കഴിയില്ല, ഇല്ലല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാതെ. അൽ ഇൻസാനു യഅ്ജിസു, മനുഷ്യൻ എന്താണ്? അശക്തനാണ്, കഴിവില്ലാത്തവനാണ്. വലാകിൻ അല്ലാഹു അസ്സ വജല്ല യഅഫു അമ്മാ ലാ യസ്തതിഉഹു അൽ ഇൻസാൻ. കാരണം പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു മാപ്പാക്കും എന്നതാണ്. ലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വസ്അഹ.